ഇനി ഇലക്ഷന്റെ റിസൾട്ട് വരാൻ വെറും നാല് ദിവസമുള്ളൂ. അതായത് 4 സംസ്ഥാനങ്ങളിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലുമായിട്ട് ഈ ഏപ്രിൽ മാസങ്ങളിൽ നടന്ന ഇലക്ഷന്റെയൊക്കെ റിസൾട്ട് ഈ വരുന്ന മെയ് 4-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്തത്. അതായത് ആസാമിലും കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും പിന്നെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള പുതുച്ചേരിയിലുമാണ് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഇലക്ഷൻ നടന്നത്, പല തീയതികളിലായിട്ട്. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് മെയ് 4-ാം തീയതി വരുന്നത്. അതിൽ തന്നെ 3 സംസ്ഥാനങ്ങളുടെ റിസൾട്ടാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒന്നാമത് കേരളത്തിൽ LDFന് ഭരണ തുടർച്ച ഉണ്ടാവുമോ, അല്ലെങ്കിൽ UDF 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചു പിടിക്കുമോ, അല്ലെങ്കിൽ ഒരു കാലത്തും BJPക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു മുൻതൂക്കം കേരളത്തിൽ ഉണ്ടാവുമോ, അവർ സീറ്റ് കൂടുതൽ പിടിക്കുമോ എന്നുള്ളതൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വിജയ്ക്ക് വലിയൊരു വിജയ സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ സ്റ്റാലിൻ ഭരണ തുടർച്ച നടത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ മമതാ ബാനർജി ഭരണ തുടർച്ച ഉണ്ടാവുമോ, അല്ലെങ്കിൽ BJP ഭയങ്കര ശക്തമായിട്ട് അവരുടെ ഭരണം പിടിക്കുമോ എന്നുള്ളതൊക്കെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ ഇനി വെറും 4 ദിവസമുള്ളൂ റിസൾട്ട് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.